ഹലോ ഫ്രണ്ട്സ്, എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കും ഹോപ്സ് PSCയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണോ? പരീക്ഷാ ഡേറ്റുകളെല്ലാം തന്നെ ഇങ്ങടുത്തു വന്നു. വളരെ കുറഞ്ഞ സമയം കൊണ്ട് സന്ധിയില്ലാത്ത പോരാട്ടത്തിന് നാം ഒരുങ്ങണം. അന്തിമ പോരാട്ടം റിവിഷൻ എത്ര കണ്ട് പ്രാധാന്യമാണെന്ന് പറയേണ്ടതില്ലല്ലോ. തീർച്ചയായിട്ടും അടുക്കും ചിട്ടയോടും കൂടി നിങ്ങൾ പഠിച്ചു പൂർത്തിയാക്കിയ ടോപ്പിക്കുകൾ ഓരോന്നായി കൃത്യമായ റിവിഷന് വിധേയമാക്കി ശാസ്ത്രീയമായ പഠന രീതികളുമായി മുന്നോട്ട് പോകാൻ നിങ്ങൾ കഴിയട്ടെ. LDC 2024 അടിസ്ഥാനമാക്കിയ തീവ്ര പരിശീലനം ഹോപ്സിൽ വിവിധ ബ്രാഞ്ചുകളിൽ വളരെ സജീവമായി നടന്നു വരുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ഹോപ്സിൻ്റെ ക്ലാസ് മുറികളിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. 15 വർഷത്തിൻ്റെ പൊൻപ്രഭയിൽ നിൽക്കുകയാണ് ഹോപ്സ് PSC. കഴിഞ്ഞ 15 വർഷമായി ഒരു സൂര്യ തേജസ്സോടെ, സൂര്യപ്രഭയോടെ കേരള PSCയുടെ അനന്തവിഹായസിൽ ജ്വലിച്ചു നിൽക്കുന്ന നക്ഷത്രം ഹോപ്സ് PSC അതിൻ്റെ യാത്ര അനുസ്യൂതം തുടരുന്നു. നിങ്ങൾ ഈ യാത്രാവീഥിയിൽ നൽകിയ പിന്തുണയ്ക്കും സഹകരണത്തിനും കേരള PSCയുടെ മിടുക്കരായ ചുണക്കുട്ടികളായ ഉദ്യോഗാർത്ഥികൾ ഇനിയും ഏറെ പേർ സർക്കാർ സർവീസിലേക്കുള്ള പ്രവേശന വീഥിയിലാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് കേരള PSC വളരെ പ്രധാനപ്പെട്ട ഒരു പരീക്ഷയായിട്ടുള്ള കമ്പനി ബോർഡ് അസിസ്റ്റന്റ് 2023 പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു പ്രധാനപ്പെട്ട പ്രീവിയസ് ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. ഒന്ന് നോക്കിയേ നിങ്ങൾ ഈ ചോദ്യം. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി KSDMAയുടെ നേതൃത്വത്തിൽ ദുരന്ത നിവാരണത്തിൻ്റെ കാര്യത്തിൽ നിയമാനുസൃതമായ ആവശ്യകതകൾക്ക് അനുസൃതമായി നടപടിയെടുക്കാൻ ഏതു ക്രമത്തിൽ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള ചോദ്യം. ഇതൊരു മികച്ച ചോദ്യമായിരുന്നു, ഒരു റാങ്ക് മേക്കിംഗ് ചോദ്യമാണ്. +2 പാഠപുസ്തകത്തിൻ്റെ ജിയോളജി എന്ന പാഠപുസ്തകത്തിൻ്റെ പാഠഭാഗത്തിൽ നിന്നുള്ളൊരു ഭാഗമാണ് ഈ ചോദ്യത്തിൽ കേരള PSC ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്താണെങ്കിലും ശരി, കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ദുരന്ത നിവാരണത്തിൻ്റെ കാര്യത്തിൽ നിയമാനുസൃതമായ ആവശ്യകതകൾക്കായി അനുസൃതമായി നടപടിയെടുക്കാൻ ഏത് ക്രമത്തിൽ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് ഈ ചോദ്യം. കമ്പനി ബോർഡ് അസിസ്റ്റന്റ് 2023 4 ഓപ്ഷനുകളാണ് നൽകിയിട്ടുള്ളത്. ഓപ്ഷൻ A തയ്യാറെടുപ്പ്, പ്രതികരണം, ലഘൂകരണം, പുനരധിവാസം. ഓപ്ഷൻ B പ്രവചനം, തയ്യാറെടുപ്പ്, അതുപോലെ തന്നെ പ്രതികരണം, ലഘൂകരണം. ഓപ്ഷൻ C തയ്യാറെടുപ്പ്, പ്രതികരണം, വീണ്ടെടുക്കൽ, ലഘൂകരണം. ഓപ്ഷൻ D പ്രവചനം, തയ്യാറെടുപ്പ്, പ്രതികരണം, പുനരധിവാസം. ഈ 4 ഓപ്ഷനുകളാണ്. ഓപ്ഷനൊക്കെ കാണുമ്പോൾ നമുക്കിതെല്ലാം ഒന്നാണെന്നൊരു തോന്നലുണ്ടാകുന്നുണ്ട്, ശരിയല്ലേ? പക്ഷേ കൃത്യമായ ഒരു നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പ്രവർത്തിക്കുന്നത്. ഏതാണ് ആ നിയമമെന്ന് നിങ്ങളുടെ എല്ലാം മനസ്സിലേക്ക് വന്നില്ലേ? അതിന് മുമ്പൊരു ചോദ്യം ചോദിക്കട്ടെ. എന്താണ് ദുരന്തം? ഡിസാസ്റ്റർ മാനേജ്മെന്റ് നിങ്ങളുടെ സിവിക്സിൻ്റെ 5 മാർക്കിൻ്റെ ടോപ്പിക്കിലെ വളരെ പ്രധാനപ്പെട്ട, എന്നാൽ കഴിഞ്ഞ പരീക്ഷകളിൽ നിരന്തരമായി ചോദിക്കുന്ന ഒരു ഭാഗമാണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ്, ദുരന്ത നിവാരണം, അല്ലേ? എന്താണ് ദുരന്തം? ദുരന്തം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഓരോരുടെയും കാഴ്ചപ്പാടുകളും നമ്മുടെ ഓരോരുത്തരുടെയും കോൺസെപ്റ്റും വെച്ചിട്ട് നമുക്ക് ദുരന്തങ്ങളെ പലതും പറയാം. നമ്മൾ ചില സിനിമകൾ കണ്ടുമ്പോൾ സിനിമകൾ പോലും ദുരന്തമാണെന്ന് പറയാറുണ്ട്. പക്ഷേ ആ ദുരന്തമല്ല ഇവിടെ. ദുരന്തത്തിന് കൃത്യമായൊരു നിർവചനം പറയുന്നു. ഏത് നിയമത്തിലാണ്? ദുരന്ത നിവാരണ നിയമം 2005. ദുരന്തങ്ങളെ ഫലപ്രദമായി നേരിടാനും ദുരന്തങ്ങളെ സംബന്ധിച്ച മുന്നൊരുക്കം നടത്താനും ദുരന്തങ്ങൾ ഉണ്ടാകുന്ന അവസരങ്ങളിൽ ക്രിയാത്മകമായി എങ്ങനെ ഇടപെടണം എന്നെല്ലാം പ്രതിപാദിക്കുന്ന ഒരു നിയമം ഇന്ത്യയുടെ പാർലമെന്റ് പാസ്സാക്കി. 2005 പാസ്സാക്കിയ ആ നിയമത്തിൻ്റെ പേര് ദുരന്ത നിവാരണ നിയമം 2005, ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് 2005. ഈ നിയമപ്രകാരം ദുരന്തത്തിൻ്റെ നിർവചനം ഇങ്ങനെ പറയുന്നു: മനുഷ്യനിർമ്മിതമോ പ്രകൃതിദത്തമോ ആയതോ ഏതെങ്കിലും ഒരു പ്രദേശത്ത് സംഭവിക്കുന്ന അത്യാഹിതമോ ആപത്തോ അനിഷ്ട സംഭവമോ ആണ് ദുരന്തം എന്നാണ് പറയുക. ഞാൻ പറഞ്ഞില്ലേ, ദുരന്തങ്ങളെക്കുറിച്ച് ഒരുപാട് നിർവചനങ്ങൾ നമുക്ക് പറയാൻ പറ്റും. പക്ഷേ നമ്മൾ പഠിച്ചിരിക്കേണ്ടത് ഈ നിയമത്തിൽ ദുരന്തത്തിന് നൽകുന്ന ഡെഫിനിഷനാണ്. അപ്പോൾ ദുരന്ത നിവാരണ നിയമം 2005 ദുരന്തം എന്നാൽ എന്ത് എന്ന് ചോദിച്ചാൽ ഉത്തരം ഇങ്ങനെ പറയണം: മനുഷ്യനിർമ്മിതമോ പ്രകൃതിദത്തമോ ആയ ഏതെങ്കിലും ഒരു പ്രദേശത്തുണ്ടാകുന്ന അത്യാഹിതമോ ആപത്തോ അനിഷ്ട സംഭവമോ ആണ് ദുരന്തം എന്ന് പറയുന്നു. ഏത് നിയമത്തിലാണോ? ദുരന്ത നിവാരണ നിയമം 2005.
ദുരന്ത നിവാരണ നിയമം 2005 53-ാം ആക്ട് പ്രകാരമാണ് പാർലമെന്റ് പാസ്സാക്കിയത്. അതുകൊണ്ട് തന്നെ 2005-ലെ 53-ാം ആക്ട് എന്നറിയപ്പെടുന്ന നിയമം കൂടിയാണ് ദുരന്ത നിവാരണ നിയമം 2005. ഇന്ത്യൻ പാർലമെന്റിന് 2 സഭകളുണ്ടെന്ന് നിങ്ങൾക്കറിയാം, രാജ്യസഭ, ലോകസഭ. ഇതിൽ ഏത് സഭയാണ് ദുരന്ത നിവാരണ നിയമം 2005 ആദ്യം പാസ്സാക്കിയത് എന്ന് ചോദിക്കുമ്പോൾ നമുക്കറിയാം രാജ്യസഭയാണ്, അല്ലെ? രാജ്യസഭയാണ് പാസ്സാക്കിയത്. എന്നാണ് രാജ്യസഭ പാസ്സാക്കുന്നത്? ദുരന്ത നിവാരണ നിയമം 2005 രാജ്യസഭ പാസ്സാക്കിയത് 2005 നവംബർ 18. 2005 നവംബർ 18. ലോകസഭ ഈ നിയമം പാസ്സാക്കിയത് 2005 ഡിസംബർ മാസം 12-ാം തീയതി. ഡിസംബർ 12-ന് ലോകസഭ പാസ്സാക്കി. രാഷ്ട്രപതി ഒപ്പുവെക്കുകയും ഈ നിയമം പ്രാബല്യത്തിൽ വന്നത്, നിലവിൽ വന്നതെന്ന് ചോദിക്കുമ്പോൾ 2005 ഡിസംബർ 23-നാണ് ദുരന്ത നിവാരണ നിയമം 2005 ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് 2005 നിലവിൽ വരിക. ദുരന്ത നിവാരണ നിയമം 2005-ൽ ആകെ എത്ര അധ്യായങ്ങളും എത്ര വകുപ്പുകളും ഉണ്ട് എന്ന് ചോദിച്ചാൽ ഓർത്തിരിക്കണം, 11 അധ്യായങ്ങളും 79 വകുപ്പുകളും ഉണ്ട്. അപ്പോൾ 11 അധ്യായങ്ങളിലായി 79 സെഷൻസ് അല്ലെങ്കിൽ വകുപ്പുകൾ അടങ്ങിയ നിയമം കൂടിയാണ് ദുരന്ത നിവാരണ നിയമം 2005. ഈ നിയമത്തിലെ പ്രധാനപ്പെട്ട ചില വകുപ്പുകളൊന്ന് പറയാം. എല്ലാ വകുപ്പുകളും വിശദമായി നമ്മൾ മറ്റൊരു ക്ലാസ്സിൽ പരിശോധിക്കുമെങ്കിലും ദുരന്ത നിവാരണ നിയമം 2005 പ്രകാരം ദുരന്ത നിവാരണത്തിന്റെ ത്രിതല സമിതികൾ, 3 ടയർ സിസ്റ്റം ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെന്റ്, ദുരന്ത നിവാരണത്തെ സംബന്ധിക്കുന്ന ത്രിതല സംവിധാനം എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ മനസ്സിലേക്ക് വന്നു. ഒന്ന് ഏതായിരിക്കും? ഒന്ന് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി, 2 സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി, 3 ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി എന്നിങ്ങനെ 3 സമിതികളാണ്. അപ്പോൾ ദേശീയ ദുരന്ത നിവാരണ നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി, 2 SDMA സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി, 3 DDMA ഡിസ്ട്രിക്ട് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി എന്നിങ്ങനെ 3 ത്രിതല സംവിധാനങ്ങൾ. എന്നാൽ ഒരു കാര്യം നിങ്ങൾ ഓർത്തിരിക്കണം, ഇത് മാത്രമല്ല, ദുരന്ത നിവാരണ അതോറിറ്റി, ദുരന്ത നിവാരണ നയം, ദുരന്ത നിവാരണ സേന, ദുരന്ത നിവാരണ പദ്ധതി എന്നിവയെല്ലാം നിലവിൽ വരാൻ അടിസ്ഥാനമായ നിയമം എന്ന് ചോദിച്ചാൽ ഈ നിയമം തന്നെ ദുരന്ത നിവാരണ നിയമം 2005. ദുരന്ത നിവാരണ നിയമം 2005-ലെ ഏത് വകുപ്പ് പ്രകാരമാണ് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി രൂപീകൃതമായത് ചോദിച്ചാൽ സെക്ഷൻ 3(1) പ്രകാരം. ഏത് പ്രകാരമാണ്? സെക്ഷൻ 3(1) പ്രകാരം. ഇനി കേരളത്തിൽ ദുരന്ത നിവാരണ അതോറിറ്റി ഉണ്ടോ? പിന്നെ ഇല്ലേ? ഉണ്ടല്ലേ. ഏതാണ്? KSDMA. അതാണ് നമ്മൾ ഇന്ന് കണ്ട പ്രീവിയസ് ചോദ്യം KSDMA കുറിച്ചാണ്. നമ്മളതിലേക്ക് വരും. അപ്പൊ കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി KSDMA രൂപീകരിക്കാൻ കാരണമായ വകുപ്പ് ദുരന്ത നിവാരണ നിയമത്തിലെ ഏത് വകുപ്പാണ്? ഉത്തരം സെക്ഷൻ 14(1). ഏതാണോ? സെക്ഷൻ 14(1). ഇനി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി, ഡിസ്ട്രിക്ട് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി രൂപീകരിക്കാൻ കാരണമായ ആർട്ടിക്കിൾ ചോദിച്ചാൽ അല്ലെങ്കിൽ സെഷൻ ചോദിച്ചാൽ സെക്ഷൻ 25(1) പ്രകാരമാണ്. അപ്പൊ നിങ്ങളുടെ പറയുന്നു, ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ രൂപീകരണം സെക്ഷൻ 3(1), സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ രൂപീകരണം സെക്ഷൻ 14(1), ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ രൂപീകരണം സെക്ഷൻ 25(1) ആണ്. ഓക്കെ ആണല്ലോ. ഇനി ദുരന്ത നിവാരണ നിയമത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് തടസ്സം നിൽക്കുകയോ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളെ ദുർബലപ്പെടുത്തുകയോ ചെയ്യുന്ന പ്രവർത്തികൾക്കുള്ള ശിക്ഷയെ പറ്റിയും പ്രതിപാദിക്കുന്നുണ്ട്, അല്ലേ? നമുക്കറിയാം, ദുരന്ത നിവാരണം വളരെ ശ്രമകരമായൊരു ജോലിയാണ്. നമ്മളുകൊണ്ട് കേരളം കണ്ട ഏറ്റവും വലിയൊരു ദുരന്തത്തെ നേരിട്ടവരാണ് നമ്മളെല്ലാം. 2018-ലെ പ്രളയം, അല്ലേ? നമുക്കറിയാം, അതിനെ അടിസ്ഥാനമാക്കി ഒരു ചലച്ചിത്രവും പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇത്തരം ദുരന്ത ഘട്ടങ്ങളിൽ മനുഷ്യൻ്റെ വളരെ അനുഭാവപൂർവമായ, മനുഷ്യത്വപൂർവമായിട്ടുള്ള, വിട്ടുവീഴ്ച മനോഭാവത്തോടു കൂടിയുള്ള അല്ലെങ്കിൽ നിസ്വാർത്ഥമായിട്ടുള്ള സഹകരണവും സേവനവും അത്യാവശ്യമാണ്, ശരിയല്ലേ? എന്നാൽ ഈ ഘട്ടത്തിലും ദുർവാശിയും വാശിയും ഈ ഘട്ടത്തിൽ സ്വാർത്ഥതയും മുറുകെ പിടിക്കുന്ന ആളുകളുമുണ്ട്. അത്തരം ആളുകളെ നിയമം മൂലം ചിലപ്പോൾ നമുക്ക് കൈകാര്യം ചെയ്യേണ്ടി വരും. അത്തരത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട വകുപ്പുകളാണ് സെക്ഷൻ 51,
52, 54 എന്നീ വകുപ്പുകൾ. ദുരന്ത നിവാരണ നിയമത്തിലെ സെക്ഷൻ 51 പറയുന്നു, ഏതെങ്കിലും തരത്തിൽ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളെ ദുർബലപ്പെടുത്തുകയോ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളെ എതിർക്കുകയോ അനുസരിക്കാതിരിക്കുകയോ മുന്നറിയിപ്പുകൾ അവഗണിക്കുകയോ ഒക്കെ ചെയ്താൽ ലഭിക്കാവുന്ന ശിക്ഷ 1 വർഷം വരെ തടവും പിഴയുമാണ്. സെക്ഷൻ 51 ദുരന്ത നിവാരണ നിയമം 2005 സെക്ഷൻ 51 പറയുന്നു, ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുകയോ എതിർക്കുകയോ അനുസരിക്കാതിരിക്കുകയോ മുന്നറിയിപ്പുകളെ മനഃപൂർവ്വം ദുർബലപ്പെടുത്തുകയോ അല്ലെങ്കിൽ പ്രാധാന്യത്തോടെ കാണാതിരിക്കുകയോ അനുസരിക്കാതിരിക്കുകയോ ഒക്കെ ചെയ്താൽ കിട്ടുന്ന ശിക്ഷ 1 വർഷം വരെ തടവും പിഴയുമാണ്. സെക്ഷൻ 52 പറയുന്നു, തെറ്റായ ക്ലെയിം ഉന്നയിച്ചാൽ, തെറ്റായ ക്ലെയിം ഉന്നയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം വീട്ടിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായി, വീട് തകരുന്നു, എന്നിട്ട് പറയുന്നു അത് സുനാമി ബാധിതമാണെന്ന് പറയുന്നു, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ദുരന്തത്തിൻ്റെ ഭാഗമായി സംഭവിച്ചതാണെന്ന് തെറ്റായ ക്ലെയിം ബോധിപ്പിച്ച് സാമ്പത്തിക സഹായമല്ലോ ആവശ്യപ്പെടുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ കിട്ടുന്ന ശിക്ഷ 2 വർഷം വരെ തടവും പിഴയുമാണ്. 2 വർഷം വരെ തടവും പിഴയും പറയുന്ന വകുപ്പ് സെക്ഷൻ 52. സെക്ഷൻ 54 എന്ന വകുപ്പിൽ പറയുന്നു, തെറ്റായ ദുരന്ത മുന്നറിയിപ്പ് നൽകുകയോ അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കാവുന്ന വിവരങ്ങൾ കൈമാറുകയോ ചെയ്തു കഴിഞ്ഞാൽ, വെറുതെ ഒരു ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്നു, സുനാമി വരാൻ പോകുന്നു, അല്ലെങ്കിൽ ഭൂകമ്പം വരാൻ പോകുന്നു, കൊടുങ്കാറ്റ് വരാൻ പോകുന്നു, അല്ലെങ്കിൽ റെഡ് അലർട്ട് പ്രഖ്യാപിക്കാൻ പോകുന്നു, ഇങ്ങനെയൊക്കെ ഓരോരുത്തരും അവരുടെ മാനസിക വിചാരങ്ങൾക്ക് അടിസ്ഥാനമായി ഓരോ പോസ്റ്റുകൾ ഇടുകയോ ഇത്തരം പ്രചരണങ്ങൾ നടത്തുകയോ ചെയ്തു കഴിഞ്ഞാൽ സമൂഹത്തിനെ തെറ്റായി അത് നയിക്കും. മാത്രമല്ല അത് ഒരുപാട് ആശയക്കുഴപ്പങ്ങൾ കാരണമാകും. ഇത്തരം പ്രവൃത്തികൾ ചെയ്താലും ഈ നിയമപ്രകാരം ദുരന്ത നിവാരണ നിയമം 2005 പ്രകാരം ശിക്ഷാർഹമാണ്. ലഭിക്കുന്ന ശിക്ഷ 1 വർഷം വരെ തടവും പിഴയുമാണ്. അപ്പം 3 പ്രധാന വകുപ്പുകളാണ് അവസാന ഘട്ടത്തിൽ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു സെക്ഷൻ 51 ദുരന്ത നിവാരണ നിയമം 2005 സെക്ഷൻ 51 പ്രകാരം ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുകയോ ദുരന്ത നിവാരണ സേനയുടെ പ്രവർത്തനങ്ങളിൽ വിമുഖത പ്രകടിപ്പിക്കുകയോ അതിനെ എതിർക്കുകയോ അനുസരിക്കാതിരിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ കിട്ടുന്ന ശിക്ഷ 1 വർഷം വരെ തടവും പിഴയുമാണ്. സെക്ഷൻ 52 പറയുന്നു, ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുകയോ ദുരന്തത്തെ സംബന്ധിച്ച് തെറ്റായ മുന്നറിയിപ്പ് നൽകുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ വ്യാജമായ വിവരങ്ങൾ പ്രചരിപ്പിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ലഭിക്കുന്ന ശിക്ഷ 2 വർഷം വരെ തടവും പിഴയും. അപ്പോൾ ഒന്നുകൂടി പറയുകയാണ്, സെക്ഷൻ 51 പറയുന്നു, ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുകയോ അല്ലെങ്കിൽ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളെ എതിർക്കുകയോ അനുസരിക്കാതിരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ കിട്ടുന്ന ശിക്ഷ 1 വർഷം വരെ തടവും പിഴയുമാണ്. സെക്ഷൻ 52 പറയുന്നു, ദുരന്തവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തെറ്റായ ക്ലെയിം മുന്നോട്ട് വച്ചാൽ, തെറ്റായ അവകാശവാദം, വ്യാജമായ കപടമായ അവകാശവാദം ഉന്നയിച്ച് സാമ്പത്തിക ആനുകൂല്യത്തിന് ശ്രമിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കിട്ടുന്ന ശിക്ഷ 2 വർഷം വരെ തടവും പിഴയും. സെക്ഷൻ 54 പറയുന്നു, ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടോ ഏതെങ്കിലും ദുരന്തവുമായി ബന്ധപ്പെട്ടോ തെറ്റായ വിവരങ്ങൾ, വ്യാജ വാർത്തകൾ, കപടമായ വിവരങ്ങൾ ദുഷ്ടലാക്കോടുകൂടി പ്രചരിപ്പിക്കുക, സമൂഹത്തിനെ തെറ്റായ ദിശയിലേക്ക് നയിക്കുക, ഇത്തരം പ്രവർത്തികൾ ചെയ്യുന്ന ആളിന് കിട്ടുന്ന ശിക്ഷ 1 വർഷം വരെ തടവും പിഴയുമാണ്. അപ്പോൾ ദുരന്ത നിവാരണ നിയമം 2005 ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ സുപ്രധാനമായ ഒരു നിയമം. ഈ നിയമത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട വസ്തുതകൾ നമ്മൾ പറഞ്ഞു. ഈ നിയമത്തെ അറിയപ്പെടുന്നത് 2005 53ാം ആക്ട് എന്നും അറിയപ്പെടുന്നു. രാജ്യസഭയാണ് ആദ്യം പാസാക്കിയത് 2005 നവംബർ 18, ലോകസഭ 2005 ഡിസംബർ 12, രാഷ്ട്രപതി ഒപ്പുവെച്ച് നിലവിൽ വരുന്നത് 2005 ഡിസംബർ മാസം 23-ാം തീയതി ഇത് നിലവിൽ വരുന്നു എന്നും നമ്മൾ പറഞ്ഞു. ആകെ വകുപ്പുകളുടെ എണ്ണം 79, ആകെ ചാപ്റ്ററുകൾ അല്ലെങ്കിൽ അധ്യായങ്ങൾ 11. ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ രൂപീകരണം പ്രതിപാദിക്കുന്ന വകുപ്പ് സെക്ഷൻ 3(1) NDMA, നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട വകുപ്പ് സെക്ഷൻ 14(1) കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി KSDMA,
ഏത് വകുപ്പ് പ്രകാരം രൂപീകൃതമായി? 14(1). ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി DDMA, ഡിസ്ട്രിക്ട് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി ആ വകുപ്പ് ഏതാണ്? സെക്ഷൻ 25(1) പ്രകാരം രൂപീകൃതമായെന്നും പറഞ്ഞു. ശരി, ദുരന്ത നിവാരണ നിയമം 2005 പ്രകാരമാണ് നമ്മൾ ഈ പറയപ്പെട്ട എല്ലാ സംവിധാനങ്ങളും സേനകളും ദുരന്ത നിവാരണത്തെ സംബന്ധിച്ച എല്ലാ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളും നിലവിൽ വന്നത്. അതുപോലെ കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ നേതൃത്വത്തിൽ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ ഏകീകരിക്കാൻ, ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി മുൻഗണനാ ക്രമം കൊടുത്തിട്ടുണ്ട്. ആ മുൻഗണനാ ക്രമം എന്താണെന്നാണ് നമ്മുടെ ഈ ചോദ്യം. നിങ്ങളുടെ ഈ ചോദ്യത്തിലേക്ക് ഒന്നുകൂടെ വരികയാണ്. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി KSDMAയുടെ നേതൃത്വത്തിൽ ദുരന്ത നിവാരണത്തിൻ്റെ കാര്യത്തിൽ നിയമാനുസൃതമായ ആവശ്യകതകൾക്കായി നിയമാനുസൃതമായ നടപടികൾ സ്വീകരിക്കാൻ ഏത് ക്രമത്തിൽ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് ചോദ്യം. കമ്പനി ബോർഡ് അസിസ്റ്റന്റ് 2023. ഇതിലെ ശരി ഉത്തരം ഓപ്ഷൻ നിങ്ങൾ കാണുന്നുണ്ടാകും. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. ഓപ്ഷൻ സി. എന്താണ് ഓപ്ഷൻ സി? തയ്യാറെടുപ്പ്, പ്രതികരണം, വീണ്ടെടുക്കൽ, ലഘൂകരണം. തയ്യാറെടുപ്പ്, പ്രതികരണം, വീണ്ടെടുക്കൽ, ലഘൂകരണം. തയ്യാറെടുപ്പ് അല്ലെങ്കിൽ പ്രിപ്പയർനെസ്. 2 പ്രതികരണം റെസ്പോൺസ്. വീണ്ടെടുക്കൽ അഥവാ റിക്കവറി. ലഘൂകരണം അഥവാ മിറ്റിഗേഷൻ എന്നിവയാണ് ദുരന്ത നിവാരണത്തിൻ്റെ കാര്യത്തിൽ നിയമാനുസൃതമായി നടപടിയെടുക്കാൻ ഏത് ക്രമത്തിലാണ് നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ പറയാം. ഇതെന്താണിത്? ഇത് പറയുന്നത് ദുരന്ത നിവാരണത്തിൻ്റെ കാര്യത്തിൽ നടപടിയെടുക്കാൻ നിയമാനുസൃതമായി ഒരു സൈക്ലിക് പ്രോസസ്, ചാക്രിക പ്രവർത്തനമുണ്ട് എന്ന് പറയുന്നു. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഏതെങ്കിലും ഒരു ദുരന്ത സംബന്ധിയായ തീരുമാനമെടുക്കുമ്പോൾ നിയമാനുസൃതമായി ഈ ചാക്രിക പ്രവർത്തനത്തിൽ, ഈ ഓർഡറിൽ തന്നെ ആയിരിക്കണം നടപടി സ്വീകരിക്കേണ്ടത്. അപ്പോൾ ഇതിൽ ഒന്നാമത്തെ ഘട്ടം എന്നറിയപ്പെടുന്നത് ഏതാണ്? തയ്യാറെടുപ്പ്, അതാണ് പ്രിപ്പയർനെസ്. തയ്യാറെടുപ്പ്. എന്താണ് തയ്യാറെടുപ്പ്? ഒരു ദുരന്തം മൂലമുണ്ടാകുന്ന ജീവഹാനി കുറയ്ക്കുക, അവശ്യ സാധനങ്ങൾ ലഭ്യമാക്കുക, ദുരന്ത സാധ്യതാ മേഖലകളിൽ നിന്ന് ആളുകളെ മാറ്റിപ്പാർപ്പിക്കുക, അതുപോലെ തന്നെ ദുരന്തത്തിൻ്റെ നാശനഷ്ടങ്ങൾ കുറയ്ക്കുക, ദുരന്തത്തിൻ്റെ ആഘാതം കുറയ്ക്കുക എന്നീ എന്നിവയ്ക്ക് വേണ്ടി സ്വീകരിക്കുന്ന എല്ലാ നടപടികളെയും നമുക്ക് എന്ത് പറയാം? തയ്യാറെടുപ്പ് അല്ലെങ്കിൽ മുന്നൊരുക്കം അല്ലെങ്കിൽ പ്രിപ്പയർനെസ് എന്ന് പറയാം. പ്രിപ്പയർനെസ് അല്ലെങ്കിൽ മുന്നൊരുക്കം, തയ്യാറെടുക്കൽ അല്ലെങ്കിൽ തയ്യാറെടുപ്പ് എന്നൊക്കെ പറയാം. മനസ്സിലാവുന്നുണ്ടോ? ഒരു ദുരന്തം വരാൻ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, കഴിഞ്ഞ വർഷം ഒരു കനത്ത വരൾച്ച നേരിട്ടു എന്ന് കരുതുക. അങ്ങനെയെങ്കിൽ ഈ വർഷം ജലസ്രോതസ്സുകളെ കരുതലോടെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആ വരൾച്ചയെ നേരിടാൻ കഴിയും, ആ ദുരന്തത്തെ നേരിടാൻ കഴിയും. ശരിയല്ലേ? കഴിഞ്ഞ തവണ ഒരു വലിയ വെള്ളപ്പൊക്കം ഉണ്ടായെന്ന് കരുതുക. ഈ തവണ നീർച്ചാലുകൾ നേരെ തെളിച്ചിടുകയും നദികളുടെ ആഴം കൂട്ടുക, വീടുകളുടെ നിർമ്മാണം ഉയരത്തിലാക്കുക എന്നിവയിലൂടെ വെള്ളപ്പൊക്കത്തെ ഒരു പരിധിവരെ നാശനഷ്ടം കുറയ്ക്കാനും ലഘൂകരിക്കാനും കഴിയില്ലേ? അതാണ് ഒന്നാമത്തെ ഘട്ടമെന്നറിയപ്പെടുന്നത് തയ്യാറെടുപ്പ്. ദുരന്ത നിവാരണത്തിൻ്റെ കാര്യത്തിൽ KSDMA ഫോളോ ചെയ്യേണ്ട, കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഫോളോ ചെയ്യേണ്ട രണ്ടാമത്തെ നടപടി പ്രതികരണം അഥവാ റെസ്പോൺസ് എന്നറിയപ്പെട്ടു. അപ്പോൾ രണ്ടാം ഘട്ടമാണ് പ്രതികരണം അഥവാ റെസ്പോൺസ്. എന്താണ് ഈ പ്രതികരണം അഥവാ റെസ്പോൺസ് പറഞ്ഞാൽ? ഒരു ദുരന്തമുണ്ടായി കഴിയുമ്പോൾ ഉടനടി നടത്തുന്ന രക്ഷാപ്രവർത്തനങ്ങൾ, ജീവൻ രക്ഷിക്കാനുള്ള ഇടപെടലുകൾ, അപകടത്തിൽപ്പെട്ട ആളുകളെ എത്രയും പെട്ടെന്ന് രക്ഷപ്പെടുത്തുക തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് എന്തിൻ്റെ സംബന്ധമായിട്ട് പറയുക? ആ പ്രതികരണം അഥവാ റെസ്പോൺസ്. അപ്പോൾ ദുരന്ത നിവാരണത്തിൻ്റെ കാര്യത്തിൽ KSDMA നിയമാനുസൃതമായിട്ടുള്ള നടപടിയെടുക്കുമ്പോൾ രണ്ടാം ഘട്ടമായി ചെയ്യേണ്ടത് എന്താണ്? പ്രതികരണം. ഒന്നാം ഘട്ട നടപടി എന്താണ്? തയ്യാറെടുപ്പ്, പ്രിപ്പയർനെസ് പറഞ്ഞു. രണ്ടാം ഘട്ടം എന്നറിയപ്പെടുന്നത് പ്രതികരണം അഥവാ റെസ്പോൺസ് ആണ്. മൂന്നാം ഘട്ടം വീണ്ടെടുക്കൽ എന്ന് പറയും. റിക്കവറി, വീണ്ടെടുക്കൽ. എന്താണ് വീണ്ടെടുക്കൽ? ഒരു ദുരന്തം സംഭവിച്ചു കഴിഞ്ഞാൽ അടിയന്തരമായി ദുരന്ത മേഖലയിലെ പ്രധാനപ്പെട്ട വസ്തുക്കളെല്ലാം വീണ്ടെടുക്കുക, നഷ്ടപ്പെട്ടു പോയ സംഭവങ്ങൾ വീണ്ടെടുക്കുകയോ പുനർനിർമ്മിക്കുകയോ ചെയ്യുക, ആളുകളെ കൗൺസിലിങ്ങിന് വിധേയമാക്കുക,
മാനസികമായി വെല്ലുവിളികൾ നേരിട്ടവരെ, ദുരന്തം മൂലം മാനസിക ആഘാതം നേരിട്ടവർക്ക് കൗൺസിലിംഗ് നൽകുക. അല്ലെങ്കിൽ കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി ദുരന്ത നിവാരണത്തിന്റെ കാര്യത്തിൽ നിയമാനുസൃതമായ നടപടിയെടുക്കാൻ നിർദ്ദേശിക്കുന്ന മൂന്നാം ഘട്ടം എന്നറിയപ്പെടുന്നത് തീർച്ചയായിട്ടും വീണ്ടെടുക്കലാണ്, റിക്കവറിയാണ്, അല്ലേ? എന്താണ് വീണ്ടെടുക്കൽ? ഒരു ദുരന്തത്തിന്റെ അനന്തരഫലമായി ഉണ്ടാകുന്ന അവസ്ഥകളെ നോർമലൈസ് ചെയ്യുക, അല്ലെങ്കിൽ സ്വാഭാവികമാക്കാനുള്ള എല്ലാ നടപടികളെയും എന്ത് പറയാം? വീണ്ടെടുക്കൽ നടപടികൾ, റിക്കവറി, അല്ലേ? നഷ്ടപ്പെട്ടു പോയ വസ്തുക്കളോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള നിർമ്മിതികളോ ഒക്കെ തന്നെ പുനർനിർമ്മിക്കുകയോ വീണ്ടെടുക്കുകയോ ചെയ്യുക. ദീർഘകാല വൈദ്യസഹായം, ആവശ്യമായവർക്ക് വൈദ്യസഹായം നൽകുക. ദുരന്തം മൂലം മാനസിക വെല്ലുവിളികൾ നേരിടുന്നവർക്ക് ദീർഘകാലത്തേക്ക് കൗൺസിലിംഗ് നൽകുക. അല്ലെങ്കിൽ ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക സഹായത്തിന് അർഹതയുള്ളവർക്ക് സാമ്പത്തിക സഹായം മേടിച്ചു കൊടുക്കുക, അത് നൽകാനുള്ള ഇടപെടലുകൾ നടത്തുക തുടങ്ങിയവയെല്ലാമാണ് വീണ്ടെടുക്കൽ, റിക്കവറി എന്നറിയപ്പെടുന്ന മൂന്നാം ഘട്ടം. മനസ്സിലാവുന്നുണ്ടോ? ദുരന്ത നിവാരണത്തിൻ്റെ കാര്യത്തിൽ നിയമാനുസൃതമായി നടപടിയെടുക്കാനുള്ള നാലാം ഘട്ടം എന്നറിയപ്പെടുന്നത് ലഘൂകരണം അഥവാ മിറ്റിഗേഷൻ. ലഘൂകരണം അഥവാ മിറ്റിഗേഷൻ. എന്താണ് ലഘൂകരണം അഥവാ മിറ്റിഗേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക? ലഘൂകരണം അഥവാ മിറ്റിഗേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഉണ്ടാകുന്ന ദുരന്തം മാത്രമല്ല, വരുംകാല ദുരന്തങ്ങളെ നിലവിലുള്ള അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നിന്നുകൊണ്ട് നേരിടാനായിട്ട് നമുക്ക് കഴിയണം. ഇതിനെയാണ് ലഘൂകരണം എന്ന് പറയുന്നു. ലഘൂകരണം, ശരിയല്ലേ? നമ്മൾ പറഞ്ഞു ഏതെങ്കിലും തരത്തിൽ ദുർബലമായ കെട്ടിടങ്ങളുണ്ട്, ചെറിയ ഭൂമികുലുക്കത്തെ പോലും അതിജീവിക്കാൻ കഴിയാത്തവയാണ് എങ്കിൽ അതിനെ ബലപ്പെടുത്തണം. ഫ്രീക്വന്റ് എർത്ത്ക്വേക്ക് നടക്കുന്ന മേഖല, തുടർച്ചയായി ഭൂകമ്പബാധിത പ്രദേശമാണെങ്കിൽ അത്തരം പ്രദേശങ്ങളിലെ കെട്ടിടങ്ങളെങ്കിൽ എല്ലാം ബലപ്പെടുത്തി നിർത്തുക, ശരിയല്ലേ? ഒരു വലിയ വരൾച്ച വരാൻ പോകുന്നു, അതിനെ മുൻനിർത്തി അതിനെ മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള നടപടികൾ സ്വീകരിക്കുക. വെള്ളപ്പൊക്കം സംഭവിക്കാൻ സാധ്യതയുണ്ട്, മുൻകൂട്ടി നടപടികൾ സ്വീകരിക്കുക. പേമാരി സംഭവിക്കാൻ സാധ്യതയുണ്ട്, കടലാക്രമണം സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഇത്തരം ദുരന്ത സാധ്യതകളെ മുൻനിർത്തി ആ ദുരന്തത്തിൻ്റെ ആഘാതത്തെ കുറയ്ക്കാനായി നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളും എന്ത് പറയാം? ലഘൂകരണം അഥവാ മിറ്റിഗേഷൻ എന്ന് പറയാം. അപ്പോൾ ചോദ്യം ഒന്നും കൂടി പറയുകയാണ്. കമ്പനി ബോർഡ് അസിസ്റ്റന്റ് 2023 പരീക്ഷയ്ക്ക് കേരള PSC ചോദിച്ച ചോദ്യം: കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി KSDMA അതിൻ്റെ നേതൃത്വത്തിൽ ദുരന്ത നിവാരണത്തിൻ്റെ കാര്യത്തിൽ നിയമാനുസൃതമായ ആവശ്യകതകൾക്കായി നടപടിയെടുക്കാൻ ഏത് ക്രമത്തിലാണ് നിർദ്ദേശിക്കപ്പെട്ടിരിക്കുക? വിവിധ ഓപ്ഷനുകളുണ്ട്. ശരി ഉത്തരം ഒന്നാം ഘട്ടം തയ്യാറെടുപ്പാണ്, രണ്ടാം ഘട്ടം പ്രതികരണം, അല്ലേ? മൂന്നാം ഘട്ടം വീണ്ടെടുക്കലാണ്, നാലാം ഘട്ടം ലഘൂകരണമാണ്. അപ്പോൾ ദുരന്ത നിവാരണത്തിൻ്റെ കാര്യത്തിൽ നിയമാനുസൃതമായ നടപടികളെടുക്കാൻ KSDMA നേതൃത്വത്തിൽ ഏത് പാറ്റേണിലാണ്, ഏത് ശ്രേണിയിലാണ്, ഏത് ക്രമത്തിലാണ് നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത്? ഈ ക്രമത്തിന് അറിയപ്പെടുന്നത് ദുരന്ത നിവാരണത്തിൻ്റെ സൈക്ലിക് പ്രോസസ്സ് എന്നാണ്. ചാക്രിക പ്രവർത്തനം, ശരിയല്ലേ? ചാക്രിക പ്രവർത്തനം ഒന്നിൽ നിന്ന് ഇങ്ങനെ സൈക്ലിക്കായി അടുത്തതിലേക്ക് വന്ന് അത് അനശ്യൂതം തുടർന്നുകൊണ്ടേയിരിക്കണം. ഈ പ്രവൃത്തി ഇതിനെയാണ് നമ്മൾ ചാക്രിക പ്രവർത്തനം, ദുരന്ത നിവാരണത്തിൻ്റെ സൈക്ലിക് പ്രോസസ്സാണ്. അതിലൊന്നാമത്തെ ഘട്ടം തീർച്ചയായിട്ടും തയ്യാറെടുപ്പ് അല്ലെങ്കിൽ മുന്നൊരുക്കം അല്ലെങ്കിൽ പ്രിപ്പയർനെസ് എന്ന് പറയുന്നു. രണ്ടാം ഘട്ടം പ്രതികരണം അല്ലെങ്കിൽ റെസ്പോൺസ് എന്ന് പറയുന്നു. മൂന്നാം ഘട്ടം വീണ്ടെടുക്കലാണ് അല്ലെങ്കിൽ റിക്കവറി. നാലാം ഘട്ടം ലഘൂകരണമാണ് അഥവാ മിറ്റിഗേഷൻ. ലഘൂകരണം അഥവാ മിറ്റിഗേഷൻ എന്നും പറയും. ഓക്കെ ആണല്ലോ? ഒന്നാം ഘട്ടം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? തയ്യാറെടുപ്പ്. ആര് തയ്യാറെടുക്കണം? എന്ത് തയ്യാറെടുക്കണം? എന്തിന് തയ്യാറെടുക്കണം? ഒരു ദുരന്തം ഉണ്ടാകുന്നതിന് മുൻപ് ആ ദുരന്തത്തിൻ്റെ ആഘാതം കുറയ്ക്കാനായി, ജീവഹാനി കുറയ്ക്കാനായി ഒരു ഗവൺമെൻറ്റോ അതോറിറ്റിയോ ചെയ്യുന്ന എല്ലാത്തരം പ്രവർത്തനങ്ങളെയും നമുക്ക് ഏത് ഘട്ടത്തിൻ്റെ ഭാഗമാണെന്ന് പറയാം? ആ തയ്യാറെടുപ്പ് അല്ലെങ്കിൽ പ്രിപ്പയർനെസ്സിൻ്റെ ഭാഗമാണെന്ന് പറയാം. രണ്ട് പ്രതികരണമാണ്, റെസ്പോൺസാണ്. ദുരന്തം സംഭവിച്ചു കഴിഞ്ഞാൽ ഉടനടി ചെയ്യേണ്ട രക്ഷാപ്രവർത്തനങ്ങൾ, ആളുകളെ അടിയന്തരമായി മാറ്റിപ്പാർപ്പിക്കുക, ദുരന്ത മേഖലയിൽ നിന്ന് ആളുകളെ രക്ഷപ്പെടുത്തുക, ഇതെല്ലാം തന്നെ റെസ്പോൺസാണ്, പ്രതികരണമാണ്. മൂന്ന് വീണ്ടെടുക്കലാണ്, റിക്കവറിയാണ്. ദുരന്തം സംഭവിച്ചു കഴിഞ്ഞാൽ
ദുരന്ത മേഖലയെ, പ്രദേശത്തെ സ്വാഭാവികതയിലേക്ക് കൊണ്ടുവരാൻ നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളും, ദുരന്ത മേഖലയിൽ നഷ്ടപ്പെട്ടു പോയ നിർമ്മിതികളോ വസ്തുക്കളോ ഒക്കെ തന്നെ വീണ്ടെടുക്കാൻ ശ്രമിക്കുക, പുനർനിർമ്മിക്കാൻ കഴിയുന്നത് പുനർനിർമ്മിക്കുക, ദീർഘകാല വൈദ്യസഹായം ആവശ്യമുള്ളവർക്ക് വൈദ്യസഹായം നൽകുക, താൽക്കാലികമായ ഷെൽട്ടറുകൾ ആവശ്യമുള്ളവർക്ക് അത്തരം ഷെൽട്ടറുകൾ നൽകുക, മാനസികാഘാതം നേരിട്ടവർക്ക് ദീർഘകാലം കൗൺസിലിംഗ് നൽകുക, സാമ്പത്തിക സഹായം ദുരന്തത്തെ തുടർന്ന് ആവശ്യമുള്ളവർക്ക് ദുരന്തത്തെ തുടർന്ന് സാമ്പത്തിക സഹായം അർഹരായവർക്ക് ലഭ്യമാക്കാനായിട്ട് ശ്രമം നടത്തുക. ലഘൂകരണം അവസാനത്തെ ഘട്ടമാണ്. ലഘൂകരണം അഥവാ മിറ്റിഗേഷൻ എന്ന് പറയുന്നു. എന്താണ് ലഘൂകരണം എന്ന് ചോദിച്ചാൽ, വരുംകാല ദുരന്തങ്ങളെ നേരിടാൻ വേണ്ടി ഇന്ന് നമ്മൾ നടത്തുന്ന വിവിധ പ്രവർത്തനങ്ങളെ ലഘൂകരണം എന്ന ഘട്ടത്തിൻ്റെ ഭാഗമായി പറയാം. വരൾച്ചയെ മുൻനിർത്തി ജലസ്രോതസ്സുകളെ കരുതലോടെ ഉപയോഗിക്കുക, അതുപോലെ തന്നെ പ്രളയബാധിത പ്രദേശങ്ങളെ ക്രിയാത്മകമായി മുൻകൂട്ടി ഇടപെടുക. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ എന്തിൻ്റെ ഭാഗമാണെന്ന് പറയാം? ലഘൂകരണം എന്ന ഘട്ടമാണെന്ന് പറയാം. ഓക്കെ ആണല്ലോ? അവിടെ ഒരു ചോദ്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. വിവിധ പരീക്ഷകൾക്കുള്ള സിവിക്സിന്റെ സിലബസിൽ വളരെ പ്രാധാന്യത്തോടുകൂടി പ്രതിപാദിക്കുന്ന ദുരന്ത നിവാരണം, ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന ഒരു ഭാഗം, ആ ഭാഗത്തു നിന്നുള്ള പ്രധാനപ്പെട്ട ഒരു പ്രീവിയസ് ചോദ്യമാണ് ഇന്ന് നിങ്ങൾ കേട്ടത്. അതുമായി ബന്ധപ്പെട്ട അടിസ്ഥാന വസ്തുതകളും നമ്മൾ പ്രതിപാദിച്ചു. ദുരന്ത നിവാരണത്തെ സംബന്ധിച്ച വളരെ മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്തൊരു ഭാഗത്ത് ഹോപ്സ് PSCയോടൊപ്പം കാണാം. സമയം ഇനി അധികമില്ല. വളരെ പെട്ടെന്ന് സർക്കാർ സർവീസിലേക്ക് പ്രവേശിക്കണം. അതിനുള്ള പോരാട്ടങ്ങൾ ആരംഭിക്കണം. നിങ്ങളെല്ലാവരെയും ഹോപ്സിൻ്റെ ക്ലാസ് മുറികളിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുന്നു. എല്ലാവർക്കും ശുഭദിനാശംസകൾ. താങ്ക് യു ഓൾ ഓഫ് യു. ബൈ.